യു.ഡി.എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ വാഹന പ്രചരണ ജാഥയുടെ സമാപന പൊതുസമ്മേളനം മണ്ണുത്തി സെന്ററിൽ ഡി.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജാഥ ക്യാപ്റ്റനും കൂടിയായ അൽജോ ചാണ്ടി അധ്യക്ഷത വഹിച്ചു. ഒരു മന്ത്രി എന്ന നിലയിൽ കെ. രാജൻ ഒല്ലൂരിന് യാതൊരുവിധ സംഭാവനയും നൽകാൻ കഴിയാത്ത പരാജയമായി മാറിയെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ കെ.സി. അഭിലാഷ് പറഞ്ഞു. കേരള നിയമസഭയിലെ രണ്ടാമനായ മന്ത്രിയിൽ നിന്ന് ഒല്ലൂരിലെ ജനങ്ങൾ പ്രതീക്ഷിച്ച വികസനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജിഫിൻ ജോയ്, ഷൈജു കുര്യൻ, സുമേഷ് മുല്ലക്കര, ധനീഷ് മാടക്കത്ര, ഉണ്ണി കൊച്ചുപരിക്കൽ, നോബിൻ പുത്തൂർ, സമീഷ്, സനീഷ്, കെ.എസ്.യു ജില്ലാ സെക്രട്ടറിമാരായ അപർണ പ്രസന്നൻ, നെച്ചിൻ, നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. കുറുക്കഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച ജാഥ 7 മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തിയാണ് മണ്ണുത്തി സെന്ററിലെത്തി സമാപിച്ചത്. നമുക്കറിയാം, നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് കെ. രാജനോ അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്തോ എന്നുള്ളതല്ല നമ്മൾ തിരിച്ചറിയേണ്ടത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പൊറുതിമുട്ടിച്ച പിണറായി വിജയനെതിരെയുള്ള ജനദ്രോഹ നയങ്ങൾ പിണറായി വിജയൻ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ നടപ്പിലാക്കി പോന്ന ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള മറുപടി കൊടുക്കേണ്ട സമയമാണ് നമ്മുടെ മുമ്പിൽ സംജാതമായിരിക്കുന്നത് എന്നുള്ളത് എന്നെ കേൾക്കുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമുക്കറിയാം, ഇടതുപക്ഷ ഭരണത്തിന്റെ ഭരണ വൈകല്യങ്ങൾ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുമ്പോൾ 100+ കേരളത്തിന്റെ ചരിത്രത്തിൽ 100-ലധികം സീറ്റുകളുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ഇവിടെ ഒല്ലൂർ നിയോജകമണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് MLA ആയി വരേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. കെ. രാജൻ ഒരു പക്ഷേ കഴിഞ്ഞ 10 വർഷം ഭരണമുള്ള ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി MLA ആയി, ചീഫ് വിപ്പായി, റവന്യൂ വകുപ്പിന്റെ മന്ത്രിയായൊക്കെ മുന്നോട്ട് പോയ ആളാണ്. ചില സ്ഥലങ്ങളിൽ ഹൈവാസ് ലൈറ്റ്, ചില സ്ഥലങ്ങളിൽ മിനിമാസ് ലൈറ്റ്, ചില റോഡുകളുടെയൊക്കെ ടാറിംഗ് പൂർത്തീകരിച്ചു, ചില പാലങ്ങളൊക്കെ പണി കഴിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട് കടന്നു പോകുന്ന കെ. രാജനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, സാധാരണ ഒരു MLAക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഒരുപക്ഷെ ഒരു MLA ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത, ആ വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ആരായിരുന്നു എന്നുള്ള ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. നിങ്ങൾ കേരളത്തിൽ രണ്ടാമനായിരുന്നു. പിണറായി വിജയൻ മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പിന് നേതൃത്വം നൽകുന്ന ഒരു മന്ത്രിയായിരുന്നു. ഒല്ലൂർ നിയോജകമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മന്ത്രി റവന്യൂ വകുപ്പിന് ലഭിക്കുമ്പോൾ, കേരളത്തിന്റെ മന്ത്രിസഭയിലെ രണ്ടാമനായ ഒരു മന്ത്രി കടന്നു വരുമ്പോൾ ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചത് ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഒല്ലൂരിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസന പദ്ധതികളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഒരേ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇന്ന് ഒല്ലൂരിന്റെ ശാപമായി മാറിയ, കഴിഞ്ഞ 10 വർഷം പാഴാക്കിക്കളഞ്ഞ കെ. രാജൻ എന്നുള്ള വ്യക്തി എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ഒല്ലൂർ നിയോജകമണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് ഒല്ലൂർ സെന്റർ. ഈ ഒല്ലൂർ സെന്റർ കുപ്പിക്കഴുത്ത് പൊളിച്ച് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പ്രഖ്യാപിച്ച് 10 വർഷം മുമ്പ് MLA ആയപ്പോൾ കെ. രാജൻ പ്രഖ്യാപിച്ചതാണ്. 10 വർഷത്തിന് ശേഷം ആ സെന്ററിൽ ഒരു കല്ലെടുത്തു വയ്ക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനം, ഒരു തരത്തിലും വികസന പ്രവർത്തനം ഒല്ലൂർ സെന്ററുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട്